إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد اتقوا الله عباد الله أوصيكم وإياي بتقوى الله ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൊഫ് പൂർത്തീകരിച്ചിരിക്കണമേ എന്ന് ആദ്യം ഓർമ്മപ്പെടുത്താം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ ലുഖ്മാൻ. അദ്ദേഹത്തിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്, 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. വിശുദ്ധ ഖുർആനിൽ അതുപോലെ തിരുസുന്നത്തിലും പേര് പറയാൻ മാത്രം മഹത്വമുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു പ്രവാചകനാണോ, നബിയാണോ, അതല്ല ഒരു സാധാരണ സാലിഹായ ഒരു അടിമയാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നാമതായി ഉദ്ധരിക്കപ്പെടുന്ന അഭിപ്രായം അഹദുഹുമാ അന്നഹു നബിയ്യുൻ ഖാലഹു ഇക്രിമ വശഅബി റഹിമഹുമുല്ലാഹ്. അദ്ദേഹം ഒരു നബിയായിരുന്നു എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാൽ രണ്ടാമതായി ഉദ്ധരിക്കുന്ന അഭിപ്രായം, അതാണ് ജുംഹൂർ ഭൂരിപക്ഷം അഹ്ലുസുന്നയുടെ അഭിപ്രായം, അന്നഹു ഹകീമുൻ വലൈസ ബിനബിയ്യിൻ ഖാലഹു മുജാഹിദുൻ വഖത്താദ വസഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ. അദ്ദേഹം ഒരു നബിയല്ല, അദ്ദേഹം ഒരു ഹക്കീം മാത്രമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല എന്നും അദ്ദേഹം ഒരു മഹാവിജ്ഞാനിയായിരുന്നു എന്നുമാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അല്ലാഹു തആല 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 12-ാമത്തെ ആയത്തിൽ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള സൂറത്താണ്, ആ സൂറത്തിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാന് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്ന്. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആര് നന്ദി കാണിച്ചാലും തന്റെ ഗുണത്തിനായി, സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായിട്ടും അല്ലാഹു തആല ഗനിയാണ്, ഹമീദാണ് എന്ന് അദ്ദേഹത്തോട് നാം വസിയത്ത് ചെയ്തു എന്നാണ്. പ്രിയമുള്ളവരെ, ഇതിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ.
തീർച്ചയായിട്ടും നാം ലുഖ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിക്മത്ത് നൽകിയിട്ടുണ്ടെന്നാണ്. ഇതിനെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും തഫ്സീറുകളിലൊക്കെ. അഹദുഹ, ഒന്നാമത്തത്, എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത് അൽ ഫഹ്മു വൽ അഖ്ലു എന്നതാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയുമാണ്. രണ്ടാമതായി കാണുന്ന ഒരു അഭിപ്രായം നുബൂവത്താണെന്നാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബൂവത്താണ് എന്ന്. വല്ലാഹു അലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നിടത്ത് 4 or 5 ആയത്തുകൾ കാണാൻ സാധിക്കും. അല്ലാഹു തആല അദ്ദേഹത്തിന് കിതാബും പിന്നെ ഹിക്മത്തും നൽകിയെന്ന്. അവിടെ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുസുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് എന്നതാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് മുഖ്തസർ തഫ്സീറിൽ കാണാം, വലഖദ് അഅതൈന ലുഖ്മാനൽ ഫിഖ്ഹ ഫിദ്ദീനി വൽ ഇസാബത ഫിൽ ഉമൂർ എന്നാണ്. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അവഗാഹവും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശരിയായതെന്തോ അതും നൽകിയതാണ്. ഏറ്റവും ചൊവ്വായത്, ഒരിക്കലും പഴക്കാത്ത, റൂട്ട് തെറ്റാത്ത, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയാത്തത്ര, ചെയ്യുന്നതൊക്കെ സ്വഭാവമായ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകിയതാണ്. അല്ലാമ നാസിറുദ്ദീൻ സഅദി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഫഹിയൽ ഇൽമു ബിൽ അഹ്കാം, ഫഹിയ അൽ ഇൽമു ബിൽ അഹ്കാം ومعرفة ما فيها من الأسرار والأحكام فقد يكون الإنسان عالما ولا يكون حكيما. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഈ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? അത് അഹ്കാമുകളെ സംബന്ധിച്ചുള്ള അറിവാണ്. ഇസ്ലാമിലുള്ള വിധിവിലക്കുകളെ സംബന്ധിച്ച് അഗാധ പരിജ്ഞാനമുണ്ടായിരുന്നു ആർക്ക്? മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്നവർക്ക്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളും അതിന്റെ അഹ്കാമുകളും മനസ്സിലാക്കുക എന്നതായിരുന്നു. അത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയൊരു കഴിവായിരുന്നു. അള്ളാന്റെ ദീനിൽ ആഴത്തിലുള്ള അറിവും ദീനിലുള്ള വിഷയങ്ങളിൽ അതിന്റെ രഹസ്യങ്ങളിൽ പോലുമുള്ള അറിവുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇമാം സഅദി പറയാണ്, ഫഖദ് യകൂനുൽ ഇൻസാനു ആലിമൻ വലാ യകൂനു ഹകീമൻ. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മനുഷ്യൻ ആലിമായിരിക്കാം. നമ്മൾ പറയും പലരെ കുറിച്ചും അദ്ദേഹം വലിയ ആലിമാണ്. ഏത് കേരളത്തിൽ ജീവിച്ചിരിക്കണ ഏതെങ്കിലും ഉസ്താദുമാരെ കുറിച്ചല്ല ഈ പറയണത്, ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാരെ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം വലിയ ആലിമാണെന്ന്. എന്നാൽ ഒരു ഹക്കീം ആകണമെന്നില്ല. എല്ലാ ആലിമും ഹക്കീം ആകണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇമാം സഅദി റഹ്മഹുല്ലാഹ് പറയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ, വഅമ്മൽ ഹിക്മ, ഇവിടെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഫഹിയ മുൽതസിമത്തുൽ ലിൽ ഇൽം ബൽ വലിൽ അമൽ വലിഹാദാ ഫുസ്സിറത്തിൽ ഹിക്മത്ത് ബിൽ ഇൽമിൻ നാഫിഅ വൽ അമലി സ്വാലിഹ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഇൽമിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അമലിന്റെയും പ്രവൃത്തിയുടെ കൂടി അനിവാര്യതയിൽപ്പെട്ടതാണ്. ഹിക്മത്തിന് മുൻഗാമികളായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള തഫ്സീർ അല്ലെങ്കിൽ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള വിവരണം, വ്യാഖ്യാനം അൽ ഇൽമുൻ നാഫിഅ വൽ അമലു സ്വാലിഹ്. ഇൽമുൻ നാഫിഉം അമലു സ്വാലിഹും എന്നതാണ്. എന്താണ് ഇൽമുൻ നാഫി എന്ന് പറഞ്ഞാൽ? ശരിയായ അറിവ്, വഹി. അതുപോലെ അൽ അമലു സ്വാലിഹ്, സ്വാലിഹായ ഇഖ്ലാസും ഇത്തിബാഉമുള്ള അമല്. ഇത് രണ്ടും ചേർന്നതാണ് അൽ ഹിക്മ എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. സുബ്ഹാനക യാ അലീം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ ഈ ലുഖ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ എന്നവർക്ക് ഹിക്മത്ത് നൽകിയിരുന്നതായി ഈ ആയത്തിൽ നമ്മോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിക്മത്ത് എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകപ്പെട്ടു എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ മഹാനായ ലുഖ്മാനുണ്ടായിരുന്ന പരിഗണനയെ, സ്ഥാനത്തെ വളരെയധികം ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. അഥവാ ഇൽമും ഹിക്മത്തും റബ്ബ് അദ്ദേഹത്തിന് നൽകിയെന്ന്. പ്രിയമുള്ളവരെ, ശേഷമുള്ള ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു മഹാനായ വ്യക്തിത്വത്തിന്റെ തന്റെ മകനോടുള്ള സതുപദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മേഖല. ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാഹി തആല
മഹാനായ ലുഖ്മാൻ അവിടുത്തെ മകനോട് നൽകിയ ഉപദേശങ്ങളുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് നൽകിയ തഫ്സീറുകളെ ഇൻഷാ അല്ലാഹ് ഖുതുബയിൽ തുടർന്ന് വരുന്ന ഖുതുബയിൽ വിവരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനു മുമ്പ് ആരായിരുന്നു ഈ ലുഖ്മാൻ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണ് ലുഖ്മാന്റെ ജോലി? എന്താണ് അദ്ദേഹത്തിന്റെ രൂപം? അദ്ദേഹത്തിന്റെ വിവരണം എന്താണ്? ഇമാമിങ്ങൾ മുഫസ്സിരിങ്ങൾ അത് സവിസ്തരം പ്രതിപാദിക്കുന്ന കാണാൻ പറ്റും. വഫീ സുനാഅതിഹി തലാസത്തു അഖ്വാലിൻ. അദ്ദേഹം ലുഖ്മാൻ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ അറിയപ്പെട്ട നബിയാണ് എന്നും അല്ല ഒരു സ്വാലിഹായ അടിമയാണ് എന്നും രണ്ടഭിപ്രായത്തിൽ പറയപ്പെടുന്ന ഈ ആ മഹാന്റെ ജോലി എന്തായിരുന്നു അറിയോ? അഹദുഹാ, ഒന്നാമതായി പറയുന്നത് അന്നഹു കാന ഖയ്യാത്തൻ. ഖാലഹു സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാ അദ്ദേഹം ഒരു തുന്നൽക്കാരനായിരുന്നു, തയ്യൽക്കാരനായിരുന്നു. ഖയ്യാത്ത് നാലിച്ചൊക്കെ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു? തയ്യൽ പണിയായിരുന്നു എന്നാണ്. ആര്? ലുഖ്മാൻ എന്നവരുടെ ഒരഭിപ്രായമാണ്. രണ്ടാമത്തെ അഭിപ്രായം അതോടൊപ്പം തന്നെ വസാനി റാഇയൻ. ഖാലഹു ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് പറയാൻ അദ്ദേഹം ഇടയനായിരുന്നു എന്നാണ്. നബിമാരെ മുഴുവനും നമ്മൾ പരിശോധിച്ചാൽ അവർ ഇടയന്മാരായിരുന്നു. പലരും ആടിനെ വെക്കുന്ന അല്ലെങ്കിൽ മാടുവർഗത്തെ വെക്കുന്ന ഇടയന്മാർ. മഹാനായ ലുഖ്മാനും ഇടയനായിരുന്നു. മൂന്നാമത്തെ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന നജ്ജാറൻ, അദ്ദേഹം കാർപ്പന്റർ, മരപ്പണിക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിൽ അതിന് വേറൊരു പേര് വേർത്തി പറയും. ഒരു വർഗത്തിലെ കാശാരിപ്പണിക്കാരെന്ന് പറയും. മരപ്പണിക്കാരനായിരുന്നു. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമെ കുറിച്ചും കാണാം, കാന നജ്ജാറൻ. അദ്ദേഹം ദായിയാണ്, അതോടൊപ്പം ജോലി ഉണ്ടായിരുന്നു. എന്താ ജോലി? നജ്ജാറൻ, മരപ്പണിക്കാരനായിരുന്നു. ഇവിടെ ഇദ്ദേഹത്തെ കുറിച്ചും ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ഇടയനായിരുന്നു, തയ്യൽ പണി അറിയാമായിരുന്നു അഥവാ തുന്നൽ പണി, അതോടൊപ്പം തന്നെ അദ്ദേഹം ആശാരിപ്പണിക്കാരനായിരുന്നു. വല്ലാഹു അഅലം. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഫസ്സിറുകൾ വിവരിക്കുന്ന കാണാൻ പറ്റും. ഖാല സുഫ്യാനു തൗരിയു അനിൽ അശ്അതി അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഖാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാണ്, ആരായിരുന്നു ലുഖ്മാൻ? കാന ലുഖ്മാനു അബ്ദൻ ഹബശിയൻ നജ്ജാറൻ. യാ അല്ലാഹ്, ലുഖ്മാൻ എത്യോപ്യക്കാരനായ, അബസീനിയക്കാരനായ, നീഗ്രോ വംശജനായ, കറുത്തവനായ നീഗ്രോ വംശജനായ ഒരു അടിമയായിരുന്നു. അടിമ. രണ്ടാമത്തത് നജ്ജാറൻ, മരപ്പണിക്കാരനായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശേഷം വിവരിക്കുന്ന തഫ്സീറിൽ കാണാം, വഖാല ഖത്താദ عن عبد الله بن الزبير قلت لجابر بن عبد الله رضي الله تعالى عنه. ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മക്കളെ, നമ്മൾ മിമ്പറിൽ ഖുത്ബയിലാണ് ഇരിക്കണം, നിങ്ങളെ ക്ലാസ് റൂമിലല്ല. നിങ്ങൾ ക്ലാസ് റൂമിലല്ല ഇരിക്കണം. ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പഠിക്കണ ക്ലാസ് റൂമിൽ നിങ്ങൾ പള്ളിയിലിരിക്കണം. അതിന്റെ മര്യാദ ശരിക്കും പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്നോട് ചോദിക്കുകയാണ്, എന്ത്? മൻ തഹാ ഇലൈക്കും മിൻ ശഅനി ലുഖ്മാൻ. ലുഖ്മാനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല അറിവ് എന്താണ്? അതായത് അവസാനത്തെ വിവരം, ഏറ്റവും വാളിഹായ, ബയ്യനായ, വ്യക്തമായ വിവരം എന്താണെന്ന് അർത്ഥം. ഖാല, മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല പറയുന്നു, ഒരു സ്വഹാബി എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയെന്നറിയോ? കാന ഖസീറൻ അഫ്തസ മിനൻ നൂബ. അദ്ദേഹം പറഞ്ഞു, ലുഖ്മാൻ എന്ന് പറഞ്ഞവർ വളരെ ഉയരം കുറഞ്ഞ ഒരാളാണ്, ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂക്ക് ചപ്പിയ, പരന്ന ഒരാളാണെന്നാണ്. അടിമയാണ്, ആശാരിപ്പണിക്കാരനാണ്, മൂക്ക് ചപ്പിയ ആളാണ്, ഉയരം കുറഞ്ഞ ആളാണ്, പരന്ന ഒരാൾ. വഖാല യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി. മൂന്നാമതായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, അൻ സഈദ് ഇബ്നു മുസയ്യിബ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബിനോട് അദ്ദേഹം പറയുന്നതായി യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി പറയാണ്, ഖാല കാന ലുഖ്മാൻ മിൻ സൂദാനി മിസ്ര ذا مشافر اعطاه الله الحكمه ومنعه النبوه. മഹത്തുക്കൾ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയെന്നറിയോ? ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം അബ്സീനിയക്കാരനാണ്. ഈ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ലുഖ്മാൻ എന്നവർ മിസ്രിലെ അഥവാ ഈജിപ്തിലെ കറുത്ത വംശജയിൽപ്പെട്ടവനാണ്. അപ്പൊ രാജ്യം ഏതെന്നുള്ള അഭിപ്രായത്തിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിറത്തിൽ വ്യത്യാസങ്ങളില്ല. അദ്ദേഹം കറുത്ത നീഗ്രോ വംശജനാണ്.
രണ്ടാമത്തത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പല്ലുന്തിയ ഒരാളാണ്. പല്ലുന്തിയ, ഹൈറ്റ് കുറഞ്ഞ, നീഗ്ര വംശജനായ മറ്റൊരാളുടെ അടിമയായിരുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മഹാനായ ലുഖ്മാനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി. വമനഅഹു അൻ-നുബുവ്വ, നുബുവത്ത് അദ്ദേഹത്തിന് തടഞ്ഞു, അഥവാ നുബുവത്ത് നൽകിയില്ല. ഈ റിപ്പോർട്ട് അനുസരിച്ച് മഹത്തുക്കൾ മനസ്സിലാക്കിയത് എന്താണ്? അദ്ദേഹം മഹാനാണ്, ഹക്കീമാണ്, പക്ഷെ നബിയല്ല എന്നതാണ്. നാലാമതായി വഖാല അൽ-ഔസാഇ റഹിമഹുല്ലാഹ് حدثني عبد الرحمن بن حرملة قال جاء رجل أسود إلى سعيد بن المسيب يسأله. കറുത്തവനായ ഒരാൾ, ശരീരമൊക്കെ കറുത്ത് വിരൂപനായ, കാണാൻ ചൊറുക്കില്ലാത്ത, നമ്മുടെ ഭാഷയിൽ ഒരു ചൊറുക്കൊന്നുമില്ലാത്തൊരു മനുഷ്യൻ സഈദ് ബിൻ മുസയ്യിബിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു. അയാള് വന്നത് തന്നെ എന്തിനാന്ന് അറിയുങ്ങള്? വന്നയാള് ആവലാതി പറയണതും ചോദിക്കണം എന്താ വെച്ചാല് ഞാൻ കറുത്തവനാണ് എന്നതാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു എന്താ പറയാ, ഒരു കോംപ്ലക്സ്, ഒരു താഴ്ചയായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസമായി തോന്നി ഞാനൊരു കറുത്ത ആളാണെന്നാണ്. നമ്മൾ പലരും ഈ കറുപ്പും വെളുപ്പൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ കറുത്തവനാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് പറഞ്ഞു, ഫഖാല ലഹു സഈദ് ഇബ്നു മുസയ്യിബ്, അദ്ദേഹത്തോട് സഈദ് ഇബ്നു മുസയ്യിബ് പറഞ്ഞു, ലാ തഹ്സൻ മിൻ അജ്ലി അന്നക അസ്വദ, കറുത്തവനാണ് നീ എന്ന കാര്യത്തിൽ ഒരിക്കലും ദുഃഖിക്കരുത്. ഫഇന്നഹു കാന മിൻ അഖ്യരിൻ നാസി തലാസത്തും മിനസ് സൂദാൻ, ജനങ്ങളിൽ വെച്ച് നല്ലവരായ ആളുകൾ അവർ കറുത്തവരായിരുന്നു. ജനങ്ങളിൽ വെച്ച് നല്ലവരായ ആളുകൾ അവർ കറുത്തവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് പറയാണ്, ബിലാലുൻ, ഒന്നാമൻ ബിലാലാണ്. മഹാനായ ബിലാൽ, ബാങ്ക് കൊടുത്ത ബിലാൽ, നബിയുടെ കയ്യിൽ ചവിട്ടിക്കയറിയിട്ട് മുകളിൽ കയറി ബാങ്ക് കൊടുത്തു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ബിലാൽ, കറുകറുത്ത ബിലാൽ എന്ന് മനുഷ്യർ എഴുതി പോകുന്ന ബിലാൽ, അഹദ് അഹദ് എന്നിങ്ങനെ അല്ലാഹു അഹദ് എന്ന് വിളിച്ച് തൗഹീദ് പ്രഖ്യാപിച്ച ബിലാൽ കറുത്തവനായിരുന്നു. അദ്ദേഹത്തെ വന്നാൾ ആശ്വസിപ്പിക്കാണ്, ചങ്ങായി വേദനിക്കണ്ട, ബിലാൽ കറുത്തവനായിരുന്നു. രണ്ടാമത്തെ അറിവ് ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം ഉമർ ബിൻ ഖത്താബിന്റെ മോചിക്കപ്പെട്ട അടിമയായിരുന്നു. കറുകറുത്തവനായ മിഹ്ജ. മൂന്നാമത്തത് ലുഖ്മാനുൽ ഹകീം, ലുഖ്മാനുൽ ഹകീമും കറുത്തവനായിരുന്നു. നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട, ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട. മഹാന്മാരൊക്കെ കറുത്തവരായിരുന്നു. കാന, എന്നിട്ട് മഹാനായ ലുഖ്മാനെ കുറിച്ച് പറയാണ്, കാന അസ്വദ നൂബിയൻ ദാ മശാഫിറ. ലുഖ്മാൻ എന്ന് പറഞ്ഞാൽ ആരോന്നറിയോ? പല്ലുന്തിയ ഒരു കറുത്ത ആളായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ സിഫത്തുകൾ, വർണ്ണനകൾ, അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട്, ബോഡി ലാംഗ്വേജ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. അഞ്ചാമതായി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി നിരവധി റിപ്പോർട്ടുകൾ കാണാൻ പറ്റും, ചിലത് മാത്രം ഞാൻ എടുത്തു കൊടുത്തു. വഖാല അൽ-അഅ്മശ്, മഹാനായ ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് പറയാണ്, ഖാല മുജാഹിദുൻ. ആരാണ് ഇമാം മുജാഹിദ്? മഹാനായ ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യനായ മുഫസ്സിറായ ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന ലുഖ്മാനു അബ്ദൻ അസ്വദ അളീമ ശഫതൈനി മശഖഖൽ ഖദമൈൻ. ലുഖ്മാൻ എന്ന് പറഞ്ഞാല് വലിയ ചുണ്ടുകളും വിണ്ടുകീറിയ കാൽപാദങ്ങളുമുള്ള ഒരു കറുത്ത അടിമയായിരുന്നു ലുഖ്മാൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇവരുള്ളവരെ, നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കാണാൻ ഒരു ചൂലും കോലം ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു ആൾക്കൂട്ടത്തിലൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരാൾ, ആർക്കും വലിയൊരു തൃപ്തിയൊന്നും തോന്നാത്തൊരു രൂപം കോലൊക്കെ. പക്ഷേ അല്ലാഹു തആല ആദരിച്ച മഹാൻ. അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം എന്താ? നബിയാണെന്നൊരു കൂട്ടർ, അല്ല സ്വാലിഹാണെന്ന് വേറൊരു കൂട്ടർ. അത്രത്തോളം അല്ലാഹു ഉന്നതനാക്കിയ ഒരാൾ. അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി. ധാരാളം വിവരണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രം വിശാലമാണ് എന്നത് പ്രമാണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ലുഖ്മാൻ അല്ലാഹു തെരഞ്ഞെടുത്തു, അദ്ദേഹത്തിന് അല്ലാഹു ഹിക്മത്ത് നൽകി. റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാന് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി. അനിഷ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവോട് നന്ദി കാണിക്കുക എന്ന് അദ്ദേഹത്തോട് പറയാണ്. അനിഷ്കുർ ലില്ലാഹ്, അദ്ദേഹത്തോട് അല്ലാഹു പറഞ്ഞു അനിഷ്കുർ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ യഅനി നിഅമല്ലാഹ്,
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നീ നന്ദി കാണിക്കുക എന്ന് ലുഖ്മാന് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി. ഫീഹി വജ്ഹാൻ, ഇതിനകത്ത് രണ്ട് വജ്ഹുണ്ട്, രണ്ട് അഭിപ്രായമുണ്ട്. അഹദുഹാ മഅനൽ കലാം, ഈ വാചകത്തിന്റെ ആശയം, ഈ വചനത്തിന്റെ ആശയം, വലഖദ് ആതൈനാഹുൽ ഹിക്മത വആതൈനാഹു ശുക്ര ലില്ലാഹ് ഖാലഹു അൽ മുഫദ്ദൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് ഹിക്മത്തും അദ്ദേഹത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള കഴിവ് നൽകി എന്നതാണ് ഈ വാചകത്തിന്റെ ആശയം എന്നാണ്. ഇനിയോ മുഫസ്സിറും അതുപോലെ ഭാഷാ പണ്ഡിതനുമായ മഹാനായ സജ്ജാജ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ അഭിപ്രായം, ആതൈനാഹുൽ ഹിക്മത ലാ ലിഅൻ യശ്കുറ ലില്ലാഹ്, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി നാം അദ്ദേഹത്തിന് ഹിക്മത്തിനെ കൊടുത്തു എന്നാണ്. അപ്പൊ ശരിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴുണ്ടാകേണ്ട സമീപനം എന്തായിരിക്കണം? അനിഷ്കുർ ലില്ലാഹ്. നമുക്ക് അല്ലാഹു തൗഹീദ് തന്നു, അനിഷ്കുർ ലില്ലാഹ് സുന്നത്ത് നൽകി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മെ മാറ്റി നിർത്തുന്നിടത്തൊക്കെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവിടെ ആലോചിച്ചോക്കി, എത്ര ഗൗരവപ്പെട്ട കാര്യമാണത്. ഇനി ഇവിടെ തന്നെ വീണ്ടും ചർച്ച കാണാം. എന്താണ് ഈ ശുക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഫീ ശുക്രിഹി അർബഅതു ഔജുഹിൻ, 4 വജ്ഹുണ്ട് ഈ ശുക്റിന്. ശുക്ർ കാണിക്കുക എന്നതിന് എന്താണ്, എന്തൊക്കെയാണ് ശുക്റിൽ പെടുക എന്ന് പറയാണ്. അഹദുഹ, ഒന്നാമത്തത്, ഹുവ ഹംദുഹു അലാ നിഅമിഹി. അനിഷ്കുർ ലില്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ലുഖ്മാനെ അല്ലാഹുവിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? ഹുവ ഹംദുഹു അലാ നിഅമിഹി, അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. രണ്ടാമതായി, ഹുവ അല്ലാ യഅസിയഹു അലാ നിഅമിഹി, അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാതിരിക്കുക എന്നതാണ്. അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാതിരിക്കൽ അള്ളാഹ്ക്ക് കാണിക്കുന്ന ശുക്റാണ്. അസ്സാലിസു, മൂന്നാമത്തത്, ഹുവ അല്ലാ യറ മഅഹു ശരീകൻ ഫീ നിഅമിഹി അലൈഹി, അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തിന് മേൽ പങ്കുകാരെ കാണാതിരിക്കുക, ചേർക്കാതിരിക്കുക. നിഅമത്തുകളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. അനുഗ്രഹങ്ങൾ മുഴുവനും നൽകുന്നത് അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിനെ വിട്ടിട്ട് ശൈഖന്മാരിലേക്ക്, ജാറങ്ങളിലേക്ക്, മഖ്ബറകളിലേക്ക്, ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് തിരിയാതിരിക്കുക, ശിർക്ക് ചെയ്യാതിരിക്കുക എന്നത് അനുഗ്രഹമാണ്. നാലാമത്തത്, അതിന് നന്ദി കാണിക്കലാണ്. നാലാമത്തത്, ഹുവ ത്വാഅതുഹു ഫീമാ അമറഹു, അല്ലാഹു കൽപ്പിച്ചതിൽ അല്ലാഹുവിന് വഴിപ്പെടുക. എന്തെല്ലാം അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതിൽ മുഴുവനും അല്ലാഹ്ക്ക് വഴിപ്പെടുക. ഇതെല്ലാം ശുക്റിൽപ്പെട്ടതാണ്. ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, അനിഷ്കുർ ലില്ലാഹ്, അനിഷ്കുർ ലില്ലാഹ്. നമ്മളെപ്പോഴും ഓതിപ്പോണ ആയത്ത്, പലപ്പോഴും പല ആയത്തുകളോടും നമ്മുടെ സമീപനം അങ്ങനെയാണ്. ഓതി അങ്ങനെ പോകുന്ന എന്തായാലും പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് പറയുള്ളവരെ ഖുത്ബകളിൽ അതെന്താന്ന് വിവരിക്കാൻ ചെറുതായിട്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പിന്നെ റബ്ബ് പറഞ്ഞു, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആര് അല്ലാഹ്ക്ക് നന്ദി കാണിക്കുന്നുവോ അവനവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അതായത് യഊദു ശുക്റുഹു ഇലാ നഫ്സിഹി ലിഅന്നഹു അലാ നിഅമതി ഇദാ സാദ മിന ശുക്ർ. മുഫസ്സിറുകൾ പറയാണ്, അവൻ ശുക്ർ ചെയ്യൽ അവന്റെ സ്വന്തത്തിലേക്ക് തന്നെ മടങ്ങുന്നതാണെന്ന്. അതായത് പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹ്ക്ക് ശുക്ർ ചെയ്താൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണെന്നർത്ഥം. ഞാനും നിങ്ങളും എത്ര കണ്ട് അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നോ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ലിഅന്നഹു അലാ നിഅമതി ഇദാ സാദ മിന ശുക്ർ, ശുക്ർ അവൻ വർദ്ധിപ്പിച്ചാൽ, അല്ലാഹ്ക്ക് നന്ദി കാണിക്കൽ വർദ്ധിപ്പിച്ചാൽ അവൻ അനുഗ്രഹത്തിന്റെ മേലാണല്ലോ നിലനിൽക്കുന്നതെന്ന്. എത്ര കണ്ട് ശുക്ർ ചെയ്യുന്നോ അത്ര കണ്ട് നിഅമത്തുകൾ വർദ്ധിക്കും. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എത്ര കണ്ടല്ല,
എത്ര കണ്ട് അല്ലാഹ്ക്ക് നന്ദി കാണിക്കുന്നുവോ അത്ര കണ്ട് റബ്ബ് നമുക്ക് നിഅമത്ത് വർദ്ധിപ്പിച്ചിരുന്നാൽ. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം അത് അല്ലാഹു തആല പറഞ്ഞുതരാൻ. പ്രിയമുള്ളവരെ, ഹിക്മത്ത് എന്നത് അല്ലാഹു അവന്റെ അടിമകൾക്ക് നൽകുന്നൊരു തൗഫീഖാണ്. ആ തൗഫീഖ് മഹാനായ ലുഖ്മാൻ എന്നവർക്ക് അല്ലാഹു തആല നൽകി. ഇത് റബ്ബ് പറയേണ്ട വിഷയം തൗഫീഖ് ഹിക്മത്തിനെ കുറിച്ച്. യുഅ്തിൽ ഹിക്മത മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകുന്നു. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കതീറ, ഏതൊരുവന് ഹിക്മത്ത് നൽകപ്പെടുന്നുവോ അവന് ആ ഹിക്മത്ത് വഴി അത്യധികമായ നേട്ടമാണ് നൽകപ്പെടുന്നത്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുള്ളൂ എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞിട്ട് പിന്നെ മഹാനായ ലുഖ്മാൻ എന്നവരുടെ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ഉപദേശം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരാണ്. എന്തറിയോ? ലുഖ്മാൻ എന്നവർ തന്റെ മകന് നൽകിയ ധാരാളക്കണക്കിന് ഉപദേശങ്ങൾ, അതിങ്ങനെ എണ്ണിയ 10-11 നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെയും വേറെയും പല റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അള്ളാന്റെ കിതാബിൽ വന്ന 10ഓളം ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളാണ് ബിദ്നില്ലാഹി തആല ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് ഖുതുബകളൊക്കെ വിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം അദ്ദേഹം പറയുന്നത് യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശങ്ങൾ നൽകുന്നത്. ഒന്നാമത്തെ ഉപദേശം എന്തറിയോ? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ തന്റെ മകന് ഉപദേശം നൽകിക്കൊണ്ടിരിക്കെ, വഅള് തദ്കിറ, ഓർമ്മപ്പെടുത്തൽ, ഉപദേശം അത് നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താ അറിയോ? എന്റെ കുഞ്ഞു മോനെ, നീ അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, ശിർക്ക് വെക്കരുത്. തീർച്ചയായിട്ടും ഇന്ന ശിർക ലളുൽമുൻ അളീം, അങ്ങനെ ശിർക്ക് വെക്കുക എന്നത് വലിയ അക്രമം തന്നെയാകുന്നതാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ് ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് പറഞ്ഞാൽ ഐ ഹുവ അഅ്ളമു ദുൽമ, അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുൽമ എന്താണെന്നറിയങ്ങൾ? അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടിടത്ത് അല്ലല്ലാത്തൊരാളെ വിളിക്കലാണ്. അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിലും ഇബാദത്തിന്റെ വകുപ്പുകളിലും റബ്ബല്ലാത്ത ഒരു ശക്തിക്ക്, ഒരു വ്യക്തിക്ക് അത് സമർപ്പിക്കലാണ് ഏറ്റവും വലിയ തിന്മ. അതിലും വലിയ തിന്മ വേറല്ലെന്നാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം. അല്ലാഹു തആല ശിർക്കിൽ നിന്ന് നമ്മെ നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരെ, ഉപദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കിൽ അകപ്പെടാതിരിക്കാനും തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള ഉപദേശം. ഏറ്റവും നല്ല ഉപദേശം അത് ഒരു വാപ്പ തന്റെ മകന് നൽകുന്ന ഏറ്റവും നല്ല ഉപദേശം. ഇത് ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബിയും യാഖൂബ് നബിയും അലൈഹിമസ്സലാം അവരും ഉപദേശിച്ചത് അങ്ങനെ തന്നെയാണ്. അവരും ഉപദേശം അങ്ങനെ തന്നെയാണ്. മഹത്തുക്കളൊക്കെ മക്കളെ ഉപദേശിക്കുന്നിടത്തെ ഒന്നാമത്തെ ഉപദേശം അത് തൗഹീദാണ്, ശിർക്ക് ചെയ്യല്ലേ എന്നാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണേ എന്നതാണ്. അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത് എന്നതാണ്. എന്തൊക്കെ നമ്മൾ മക്കളോട് ഉപദേശിക്കും, എന്തൊക്കെ ഉപദേശിക്കും. എൻ്റെ ബട്ടൺസ് ശരിയായിട്ട് ഇടണം, ഇൻസൈഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ടൈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഷൂസിന്റെ ലേസ് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഉമ്മ മക്കൾക്ക് നൽകുന്ന എത്ര ഉപദേശങ്ങൾ കാണാൻ പറ്റും. മോനെ, വണ്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നീ കാണില്ലേ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് കുട്ടിന്റെ മേല് തട്ടിയതും കുട്ടി വീണതും കുട്ടി മരിച്ചതൊക്കെ. എന്തൊക്കെ നമ്മൾ പറഞ്ഞെടുക്കും. പൊരേന്ന് വരുമ്പോ പലതും പറഞ്ഞെടുക്കും. എന്നാലും ഉമ്മമാരും ഉപ്പമാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഓരോ ദിവസവും പേർത്തും പിന്നെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത് ശിർക്ക് ചെയ്യില്ല മോനെ എന്നാണ്. ശിർക്ക് ചെയ്യല്ലേ, അത് നിന്റെ ദുനിയാവിനെയും നിന്റെ ആഖിറത്തെയും നശിപ്പിക്കുമെന്നതാണ്. നമ്മളെ മക്കൾക്ക് നമ്മൾ പിന്നെയും പറഞ്ഞെടുക്കണം. മുലപ്പാലിന്റെ കൂടെ നൽകേണ്ടുന്നതാണത്. മുലപ്പാലിന്റെ കൂടെ അത്ര ചെറുപ്പത്തിലെ അവരുടെ ജനിതകമായി അവരുടെ ജനറ്റിക്കിൽ, അവരുടെ ജീനിൽ പോലും അത് ആഴ്ന്നിറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടെന്ന് നിങ്ങൾ തൗഹീദിന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള ഒരു നന്മയും അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമല്ല.
എത്ര ചെയ്തിട്ടും കാര്യമില്ല. നോക്കൂ നിങ്ങള്, അതുകൊണ്ടാണ് ഒന്നാമതായി ഇക്കാര്യം തന്നെ ലുഖ്മാൻ തന്റെ മോനെ ഉപദേശിച്ചത്. ലോകത്ത് ആരുപദേശിക്കാൻ എളുപ്പമാണ്. പ്രിയമുള്ളവർ, ഖത്തീബ് എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് ഉപദേശങ്ങളുടെ നീണ്ട ലിസ്റ്റ് പറയാം. പക്ഷെ ലോകത്ത് ഉപദേശിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ആരോ അവനെന്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് അവനെന്റെ മക്കളെയാണ്. പക്ഷേ ഒന്നാമത് ഉപദേശിക്കണം അവനെന്റെ മോനോടാണ്. മോനെ, ഉപ്പാന്റെ കുട്ടി, നീ ഒരിക്കൽ അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത് കേട്ടോ. എന്തൊരു ഹൃദ്യമായ നസീഹത്താണ് ഒരു വാപ്പ മോനെ നൽകുന്നത് എന്നറിയാം. എന്തുകൊണ്ടറിയ നിങ്ങള്? അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന കാണാം, ഖാല ലമ്മ നസലത്തി അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ശഖ ദാലിക അലൽ മുസ്ലിമീൻ. നബി ഇങ്ങനെ ഈ ആയത്തിനെ കുറിച്ച് വന്നു. എന്താ? വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ എന്ന ആയത്ത് അവതരിച്ചപ്പോ മുസ്ലിങ്ങൾക്ക് അഥവാ സ്വഹാബികൾക്ക് അതിൽ സംശയത്തിലായി. ഫഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അയ്യുനാ ലാ യദ്ലിമു നഫ്സഹു. നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അക്രമം ചെയ്യാത്തവരായിട്ടുള്ളത്? ഖാല, അപ്പൊ നബി പറഞ്ഞു, ലൈസ ദാലിക, നിങ്ങൾ വിചാരിക്കണ അക്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നമാ ഹുവ ശിർക്ക്, അത് ശിർക്കിനെ ഉദ്ദേശിച്ചാകുന്നു. അലം തസ്മഉ മാ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ അവനോട്, ആ പൊന്നുമോനോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂൽ പറയാൻ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്റെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ വമ്പിച്ച അക്രമമാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശിർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്താണ് ഉസ്താദ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? എന്താ ഈ ശിർക്ക്? എന്താണ് ഈ ശിർക്ക്? പലരും ചോദിക്കാറുണ്ട്. ചില ആളുകള് അവർ ചെയ്യുന്ന ശിർക്കിന് മറപിടിക്കാൻ വേണ്ടി അവരെടുത്തിടാറുള്ള ഒരു ദുർവ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ ദുരാരോപണമുണ്ട്. ആ ശിർക്കിന്റെ താരീഫ് പറയൂ, ശിർക്കിന്റെ നിർവചനം പറയൂ. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഇമാം റായിബ് അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ അതിന്റെ താരീഫ് പറയാണ്, അശ്ശിർക്കുൽ അലീം. ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ വഹുവ ഇസ്ബാതു ശരീകിൻ ലില്ലാഹി തആല. ഒറ്റ വാക്കിൽ, വളരെ സിമ്പിൾ ആയിട്ട്, ഇസ്ബാതു ശരീകി ലില്ലാഹി തആല. അത് അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കലാണ്. അള്ളാഹ്ക്ക് നൽകേണ്ടതിൽ അള്ളാഹു അല്ലാത്തവർക്ക് കൂടി നൽകലാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നൽകുന്നത് പോലെ റബ്ബല്ലാത്തവരെ കൂടി ചേർക്കലാണ്. റാസി അദ്ദേഹം അവസാനത്തിൽ അഹ്ലുസുന്നത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടാണ് മരണപ്പെട്ടതെന്ന് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, വഅമ്മൽ ഇശ്റാഖു ഫവദഉൽ മഅബൂദിയത്തി ഫീ ഗൈരില്ലാഹി തആല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരിൽ ദിവ്യത്വം കൽപ്പിക്കലാണ്. അതായത് റബ്ബല്ലാത്തവർക്ക് ഉലൂഹിയത്ത്, അവർക്ക് ആരാധ്യത സമർപ്പിക്കലാണ്. ഇബാദത്തിന്റെ ഇനങ്ങളും വകുപ്പുകളും റബ്ബല്ലാത്തവർക്ക് നൽകലാണ്. എത്രത്തോളം വെച്ചാൽ അള്ളാഹുവിന്റെ നാമങ്ങളിലോ ഗുണവിശേഷണങ്ങളിലോ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയാ. അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവരുടെ ഒരു നന്മയും ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കില്ല. അതാണ് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ അള്ളാഹുവിനോട് ശിർക്ക് വെച്ചിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. ശിർക്ക് കൊണ്ടുണ്ടാകുന്ന നിരവധി അപകടങ്ങളുണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വരാം. അതിനു മുമ്പ് അള്ളാഹു തൗഫീഖ് ചെയ്തൊരു ഹദീത്ത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു കാണാം, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽളുൽമു സലാസത്തുൻ. ളുൽമ് എന്ന് പറഞ്ഞാൽ, അക്രമം എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. ഫളുൽമുൻ ലാ യഗ്ഫിറുഹുല്ലാഹ് വളുൽമുൻ യഗ്ഫിറുഹുല്ലാഹ് വളുൽമുൻ ലാ യത്റുകുഹുല്ലാഹ്. 1, അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത അക്രമമാണ്. 2, അല്ലാഹു പുറത്തു കൊടുക്കുന്ന അക്രമമാണ്. 3, അല്ലാഹു വിട്ടു കൊടുക്കാത്ത അക്രമമാണ്. ഫഅമ്മൽ ളുൽമുല്ലദി ലാ യഗ്ഫിറുഹുല്ലാഹു ഫശ്ശിർക്ക്. അല്ലാഹു പുറത്തു കൊടുക്കാത്ത അക്രമം എന്ന് പറഞ്ഞ ശിർക്കാണ്. വഖാല ഇന്ന ശിർക ലളുൽമുൻ അളീം. അല്ലാഹു പറഞ്ഞു എന്ത്? ഇന്ന ശിർക ലളുൽമുൻ അളീം. തീർച്ചയായിട്ടും ശിർക്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തിന്മയാണ്. വഅമ്മൽ ളുൽമുല്ലദി യഗ്ഫിറുഹുല്ലാഹു ഫളുൽമുൽ ഇബാദി ലിഅൻഫുസിഹിം ഫീമാ ബൈനഹും വബൈന റബ്ബിഹിം.
അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവ അടിമകൾ സ്വന്തത്തോട് ചെയ്യുന്ന അവർക്കും അവരുടെ റബ്ബിനും ഇടയിലുള്ള അതിക്രമങ്ങളാണ്. എന്നാൽ അല്ലാഹു ഒരിക്കലും വിട്ടുകൊടുക്കാത്ത തിന്മയാണ് അടിമകൾ പരസ്പരം ചെയ്യുന്ന അതിക്രമങ്ങൾ. അവ പരസ്പരം കടം തീർക്കുന്നതുവരെയും അല്ലാഹു പുറത്തു കൊടുക്കൂല. അതിൽ പെട്ടതാണ് ഷഹന. ഒക്കെ മനസ്സിൽ വിദ്വേഷം വെക്കുക, മനസ്സിൽ മരിക്കണവരെ മനസ്സിൽ വിദ്വേഷം. രണ്ട് കൂട്ടരത് സ്വീകരിക്കാത്ത കാര്യം പറഞ്ഞ കൂട്ടർ ഒന്ന് ശിർക്കാണ്. അതാ കൂട്ടത്തിൽ ഹദീസിൽ കാണുന്നത് ഷഹന ഹത്താ യസ്തലിഹ, അവര് പരസ്പരം ചേരുന്നത് വരെയും അവന്റെ കർമ്മ അല്ലാഹു സ്വീകരിക്കൂലെന്ന്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു നിലക്കും നമ്മൾ ശിർക്ക് ചെയ്യരുത്. ഒരു നിലക്കും ശിർക്കിനോട് സമീപിക്കരുത്. എത്രത്തോളം അറിയുങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്കിൽ അവസാനിപ്പിക്കട്ടെ. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖാല ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകി. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് അൻ ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ, അൻ ലാ തുശ്രിക് ബില്ലാഹി ശൈഅൻ, നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കുചേർക്കരുത്, ഒരിക്കലും പങ്കുചേർക്കരുത്. എത്രത്തോളം നിന്റെ ശരീരത്തെ കഷ്ണങ്ങളാക്കപ്പെട്ടാലും നിന്നെ ആളുകൾ കത്തിച്ചു കളഞ്ഞാലും ശരി, ഒരിക്കലും നീ ശിർക്ക് ചെയ്യരുത്. അല്ലാഹു തആല ശിർക്കിൽ നിന്നും ശിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ വസിയത്തുകൾ ഓരോന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് ഖുർറത്ത അയ്ൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും തൗഹീദിലും സുന്നത്തിലും ഇബാദത്തിലും ഹലാലിലും അല്ലാഹു തആല മതിവരുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.